BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? നീയാണോ? അതെ, ഞാനാണ്. അത് പറഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടേക്കാണ്? നേരെ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിലേക്ക്, നേരെ RSSന്റെ വേദിയിലേക്ക്. ഒരു ഏർപ്പാടാണ്. അങ്ങ് മിണ്ടാതിരിക്ക്. ഇത് അങ്ങയുടെ വീടല്ല, മാതൃഭൂമിയുടെ ഫ്ലോറാണ്. അല്പം മര്യാദയോട് കൂടെ സംസാരിക്കേണ്ട ഇടമാണ്. അങ്ങയുടെ അവസരത്തിൽ കാശിക്ക് പോയതാണോ? അങ്ങ് പറഞ്ഞതിനെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത്. സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത്. അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം. അല്ലെ കാസയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇരുത്തണം. അവന്മാർ മിണ്ടായിരുന്നു കേൾക്കുമായിരിക്കും. പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ, കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിലിട്ട് RSS കൊന്നു കളഞ്ഞപ്പോ എവിടെ പോയി കാസ പീസ സംഘങ്ങള്? എവിടെ പോയി RSSന്റെ ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാര്? ഒരൊറ്റയൊരുത്തനെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പോയിക്കോട്ടെ. ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫിലിപ്പിനെയും തിമോത്തിയെയും കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ഫാദർ സ്റ്റാൻ സ്വാമി മുനമ്പത്തും കൊച്ചിയിലും എറണാകുളത്തും കേരളത്തിലും ഉണ്ടാകാത്തത്? നേതാവെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഒരു ഫിലിപ്പ്, എന്തുകൊണ്ടൊരു തിമോത്തി, എന്തുകൊണ്ടൊരു ഗ്രഹാം സ്റ്റെയിൻസ് കൊച്ചിയിലും കേരളത്തിലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാസ പീസ സംഘം അതിന്റെ നേതാവെന്ന് പറഞ്ഞാട്ടെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.